തരത്തിലും അവർ ഇവിടുന്ന് പോകില്ല എന്നാണ് പറയുന്നത്. കളക്ടർ അടക്കമുള്ളവർ വിളിച്ചു വന്നവരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു തരത്തിലും അതിന് പറഞ്ഞു കൊടുക്കാൻ കുടുംബം ഇതുവരെയും തയ്യാറായിട്ടില്ല. സാധാരണമായിട്ടുള്ള രംഗങ്ങൾ കാണേണ്ടി വരുന്നത്. കാരണം ഈ സമാധി കൂടത്തിന് അരികിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ് അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് മാത്രമേ നാട്ടുകാരെ വാക്യം കേട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ഇല്ലല്ല ഇത് ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കുക. ഞാൻ പറയുന്നതിന് അമ്മ മിണ്ടാരി ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അമ്മ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഇല്ല ഞാൻ പറയുന്നതിന് ഒരു കാര്യം അമ്മ മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ അമ്മ പറയട്ടെ. സാർ ഞാൻ ഒന്ന് പറയുന്നത് മനസ്സിലാക്കാത്ത സാർ എനിക്കൊന്ന് പറയണത് മനസ്സിലാക്കണം. ഞങ്ങളൊന്ന് പറയണത് മനസ്സിലാക്കണം. ഞങ്ങൾ പറയണ അങ്ങനെ ഇഷ്ടപ്രകാരം സ്വന്തം അച്ഛന്റെ കർമ്മം മക്കൾ ചെയ്യാതെ വേറെ ആരാണ് ചെയ്യണത്? കേൾക്കാനുള്ള മുസ്ലിം തീവ്രവാദികളാണ് ഏറ്റവും കൂടുതൽ. മുസ്ലിം തീവ്രവാദികളാണ് ഞാൻ പറയുന്നത് കേൾക്കണം. യെസ്, നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാനുള്ള നീക്കം സംഘർഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കല്ലറ പൊളിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് കുടുംബം പറയുന്നത്. കല്ലറയ്ക്ക് മുൻപിൽ മകനും അമ്മയും അടങ്ങുന്ന സംഘം അവിടെ ഇരുന്ന് കല്ലറ പൊളിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇവരെ അന്വയിപ്പിച്ചു മാറ്റാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരിൽ ഒരു വിഭാഗം കല്ലറ പൊളിക്കണമെന്നുള്ള ആവശ്യവും മറുവിഭാഗം പൊളിക്കേണ്ട എന്ന ആവശ്യവുമായി രംഗത്തെത്തി സംഘടിച്ചതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. എന്തായാലും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. അമ്മയടക്കം അവിടെ നിന്ന് ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് മാറ്റുന്നതും അവർക്ക് വിജയകരമായി അവരെ മാറ്റാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യെസ്, അവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യെസ്, എന്തായാലും അവരെ ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് നീക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കല്ലറ പൊളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അവരെ അനുനയിപ്പിച്ച്, ഒപ്പം തന്നെ RDO ഉദ്യോഗസ്ഥരടക്കമുള്ളവരുണ്ടായിരുന്നു, അവരെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യെസ്, കല്ലറ പൊളിക്കാനുള്ള തടസ്സങ്ങൾ നിലവിൽ നീങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പൊളിക്കാൻ കുടുംബം അനുമതി നൽകിയിട്ടില്ല. പക്ഷേ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ച് അവരെ വീടിനകത്തേക്ക് മാറ്റാൻ പോലീസിനും RDO സംഘത്തിനും കഴിഞ്ഞു. ഇനി കല്ലറ പൊളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് അറിയേണ്ടത്. അതിനുള്ള സമ്മതം കുടുംബം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവരുടെ പ്രതിഷേധം, കല്ലറയ്ക്ക് മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോലീസിനും RDO അടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കുമെന്നാണ് നോക്കുന്നത്. യെസ്, ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് അമ്മയെയും ഷിജോയിലേക്ക് ഞാൻ വരാം. എന്തായാലും കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് അമ്മയെയും മകനെയും മാറ്റാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കല്ലറ പൊളിച്ചാൽ താൻ മരിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ മകൻ മുഴക്കുന്നതായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിക്കാൻ കുടുംബം ഇപ്പോഴും തത്വത്തിൽ ഒരു അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ അവരുടെ എതിർപ്പ് മറികടന്ന് ഈ കല്ലറ പൊളിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് നീങ്ങുമോ എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നോക്കേണ്ടത്. എന്തായാലും ജില്ലാ കലക്ടറുടെ അടക്കം അനുമതി ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസിന് അവിടെ കൃത്യനിർവഹണം നടത്തേണ്ടിയിരിക്കുന്നു.
ചേരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ആ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ കല്ലറ പൊളിക്കാൻ അവർ അനുമതി നൽകിയിട്ടില്ല എന്ന് കൂടെ മനസ്സിലാകുന്നുണ്ട്.